ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, വെളിച്ചെണ്ണ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി നല്ല ബ്രൗൺ നിറാവുന്നവരെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഇവിടെ ഏകദേശം ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് അതിനകത്താവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയാവും. അടച്ച് വയ്ക്കണം നമ്മൾ, കാരണം വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിൻ്റെ ആവിയിലെ വെള്ളം വെച്ച് വേണം, ആവിയിലെ വെള്ളത്തിലിരുന്നാണ് വേവുന്നത്. ഏകദേശം പാവയ്ക്കയും ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും കഴിക്കും. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം.